മോള് തന്നെ നട്ടോ. നിന്റെ കൈകൊണ്ട് നടാന് ദൈവനിശ്ചയം. അല്ല, മുകളിലായ വെള്ളം ഒഴിക്കാൻ മറന്നാലോ മോളെ? അത് അമ്മ പേടിക്കണ്ട. 2 നേരവും ഞാൻ ഈ ചെടി നനച്ചോളാം. രാവിലെ അമ്മയ്ക്ക് ചായ തരുമ്പോ എന്റെ മനസ്സില് ഈ ചെടിയുടെ കാര്യം ഉണ്ടാവും. മുകുന്ദേട്ടന്റെ ബലികർമ്മം കൂടി ചെയ്യാൻ എന്റെ മോന് ഒരു മനസ്സ് വന്നാ മതിയായിരുന്നു. ഒരു ചെടിയിൽ പോലും അച്ഛന്റെ ഓർമ്മകൾ നിലനിർത്താൻ ശ്രമിക്കുന്ന അമ്മയുടെ മോൻ അത് ചെയ്യും. അമ്മ സമാധാനായിട്ടിരിക്കും. ആ ദിവസം വരട്ടെ. അവനിൽ ദൈവവിശ്വാസം വരാതെ ദൈവത്തിന്റെ പേരിൽ നടത്തുന്ന ഒരു ആചാരത്തെയും അവൻ വിശ്വസിക്കില്ല. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ അച്ഛനെ അവനിൽ നിന്നും തട്ടിയെടുക്കില്ലെന്ന് അവൻ പറയുന്നത്. അതേക്കുറിച്ച് മോൾക്കറിയാത്ത ഒരുപാട് കഥകളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവനെ തട്ടിയെടുത്ത ദൈവത്തെ വരക്കേണ്ടത് ഞാനായിരുന്നു. പക്ഷെ എന്നിട്ടും ഞാനത് ചെയ്തില്ല. അന്നത്തെ വീഴ്ചയിൽ ഒടിഞ്ഞു പോയതായിരിക്കും. ഇവിടെ ഇങ്ങനൊരു മുറിയിലെ വിവരം ഇപ്പഴാ ഞാൻ ശ്രദ്ധിച്ചേ. ഇതാരുടെ ഫോട്ടോയാ ദൈവമേ? ആരും ഈ മുറിയിൽ വരാറുണ്ട്. ഫോട്ടോയ്ക്ക് മുന്നില് വിളക്ക് വെക്കാറുമുണ്ട്. ഇവിടെ ഒരാള് വരുന്നത് ഈ വീട്ടിൽ ആരും അറിയുന്നില്ല. അതാരായിരിക്കും? നിങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന് വേണ്ടി, നിങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന അവിടെയുള്ള ബന്ധുജനങ്ങൾക്ക് വേണ്ടി എന്നെ കണ്ടില്ലെന്ന് കരുതി നിങ്ങൾ മടങ്ങിപ്പോണം.
ലച്ചു അതിവിടെ തന്നെ നട്ടു. അത് നന്നായി. ഇതെന്താ പെട്ടെന്ന് വാട്ടമൊക്കെ മാറിയല്ലോ. അച്ഛന്റെ ഓർമ്മയ്ക്ക് ഇതിവിടെ തന്നെ വളർന്ന് പൂവിട്ട് എനിക്ക് കാണണം. കൊള്ളാലോ, ഗാർഡനിങ് തുടങ്ങിയോ? നീ ഈ ചെടിയുണ്ടോ? ആ, മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ ഈ ചെടി ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിന് കൊടുത്തതാ. ആ ഫ്രണ്ടിന്റെ വീട്ടിൽ ഞാൻ പോയപ്പോ അതിന്റെ എത്രയോ തലമുറകൾ കഴിഞ്ഞ ഈ ഒരു ചെടി എനിക്ക് തന്നു. അച്ഛൻ കൊടുത്തത് മകന് തിരിച്ചു കിട്ടി. സഞ്ജു ആണ് ഇതിവിടെ നട്ടത്? അല്ല, നിന്റെ അനിയത്തി. നമ്മൾ അമ്മൂനെ അന്വേഷിക്കുന്ന സമയത്താ ഇത് കിട്ടിയത്. ഞാനിത് റൂമിൽ വെച്ച് മറന്നു. എനിക്ക് ചായ തരാൻ വന്നപ്പോഴാ അമ്മ ഇത് കാണുന്നത്. രക്ഷപ്പെടില്ലെന്ന് കരുതിയതാ ഞാൻ. ഇല വിടർന്നേക്കുന്ന കണ്ടില്ലേ? എന്റെ അനിയത്തി സ്പർശിച്ച ചെടി പോലും ജീവനിടുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഭാഗ്യം കൂട്ടിനുള്ളവളെ അമ്മു. മനസ്സിലായി. അമ്മു ഭാഗ്യമാണെന്നൊന്നും എനിക്കറിയില്ല. അവള് പോയപ്പോ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ പോലെ തന്നെ കമ്പനിയിലും പല ഇഷ്യൂസും ഉണ്ടായി. എന്റെ അഭാവത്തിൽ സംഭവിച്ചതാ. പ്രതീക്ഷിച്ച ഫണ്ട് എത്തിയില്ല. അതിനിടയില് ഗൗതം എന്നൊരു സ്റ്റാഫ് പ്രായമുള്ളൊരു തൊഴിലാളിയെ കൈവച്ചു. കാര്യങ്ങളൊരു സ്ട്രൈക്കിന്റെ തലത്തിലെത്തി നിൽക്കുക. അവള് തിരിച്ചു വന്നപ്പോ വീട്ടിലുള്ള മാറ്റം കമ്പനിയിലും ഉണ്ടാവും. സഞ്ജു നിരാശനാവാതെ. അതങ്ങനെ എളുപ്പം തീരുന്ന വിഷയമല്ല. വീടല്ല കമ്പനി. വെറുതെ ഭംഗി വാക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് പരിഹരിച്ചൂടെ? സഞ്ജു എന്നോടൊന്ന് ഷെയർ ചെയ്യും. എനിക്കും പറയാനുണ്ടാവില്ല എന്തെങ്കിലും സൊല്യൂഷൻ. ഞാനും ഒരു ബിസിനസ്സുകാരന്റെ മകളല്ലേ. നിന്നെ ഞാൻ വെറുതെ വിട്ടെന്നാണോ നീ കരുതുന്നത്? വിവാഹം ഒന്ന് കഴിയാൻ കാത്തിരിക്കാൻ ഞാൻ സീരിയസാ. ഇപ്പോഴത്തെ ഇഷ്യൂസ് പറ. ഒന്ന്, തൊഴിലാളികൾ കമ്പനിക്കെതിരെ തിരിഞ്ഞു തന്നെ. അവരെ ശാന്തരാക്കിയാൽ പിന്നെയുള്ള ഫണ്ടിന്റെ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം? സഞ്ജു, യൂണിയൻ നേതാക്കളെ കണ്ട് വിഷയം പരിഹരിക്കാൻ അവരോട് തന്നെ ഉപദേശം ചോദിക്ക്. അവര് പറയുന്നത് കേൾക്കണം. ഇക്കാര്യത്തില് സച്ചേക്കാൾ മിടുക്കന മനു. അവനെയും കൂട്ടിക്കോ. ഫണ്ടിന്റെ കാര്യത്തില് ഞാൻ ആലോചിച്ചിട്ടൊരു വഴി പറയാം. കമ്പനിയുടെ 50ാം വാർഷികമാണ് വരാൻ പോകുന്നത്. അത് നമുക്ക് ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. ഒരു കമ്പനിയെ സംബന്ധിച്ച് നിസാര കാര്യമാണ് സഞ്ജു 50th ആനിവേഴ്സറി. മീഡിയയില് നല്ല അഡ്വർടൈസ്മെന്റില് സഞ്ജുന്റെ ഫോട്ടോ വെച്ച് കൊടുക്കണം. ഏയ്, എന്താ എപ്പോഴും ഗ്ലൂമി ആയിട്ട്? മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ. 50ാം ആനിവേഴ്സറി മതി കമ്പനിയുടെ ഗ്രാഫ് കുത്തനെ ഉയരാൻ. ആരെങ്കിലും ആ മുറിയിൽ കടക്കുന്നെങ്കിൽ അത് രാത്രിയാവും. ആ മുറിയുടെ മുന്നില് വെളിച്ചം കുറവാ. അവരാ മുറിയുടെ അടുത്തേക്കാണല്ലോ പോകുന്നത്.
ഒരു മുറിയുണ്ടെന്ന ചിന്ത പോലും രണ്ടാൾക്കുമില്ല. അതിനുള്ളിൽ ആരോ ഉണ്ട്. ഞാൻ ഉറങ്ങിയോ നോക്കാൻ വന്നതാ അവള്. പാവം, സമാധാനത്തോടെ പോയി കിടന്നുറങ്ങട്ടെ. മനസ്സിൽ തോന്നിയത് ആ ഫോട്ടോ അദ്ദേഹത്തിന്റെ അച്ഛൻ്റെതാണെന്ന. അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ ഒരു ഫോട്ടോ പോലും ഈ വീട്ടിൽ ഒരിടത്തും കണ്ടിട്ടില്ല. മരിച്ചുപോയ ഭർത്താവിനെ ജീവനെ പോലെ കരുതുന്നവള അമ്മ. മോൻ അച്ഛൻ ദൈവതുല്യനും. അച്ഛനെ കവിഞ്ഞ മകന് മറ്റൊരു ദൈവവുമില്ല. എന്നിട്ടും ആ അച്ഛൻ്റെ ഫോട്ടോ ഈ വീട്ടിലില്ല. അമ്മയുടെ മുറിയിൽ പോലും കാണാനില്ല. പകരം അമ്മ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കുന്നത് വിവാഹ വസ്ത്രം മാത്രം. ഞങ്ങളുടെ വിവാഹത്തിന് മുകുന്ദേട്ടൻ ധരിച്ച ഷർട്ടാ ഇത്. ഇത് പഴകിപ്പോയിന്ന് ആരെങ്കിലും പറയൂ? അത് അച്ഛന്റെ ഫോട്ടോ തന്നെയാണെങ്കിൽ ഒരിക്കലും മകൻ ഇരുട്ടുമുറിയിൽ കൊണ്ടുവയ്ക്കില്ല. അമ്മയാണ് വിളക്ക് വെക്കുന്നതെങ്കിൽ എന്താ കരിപുരണ്ട വിളക്ക് തുടച്ചു വെക്കാത്തത്, മുറി വൃത്തിയാക്കാത്തത്? ഇതൊന്നും ആരോട് ചോദിക്കാനുള്ള ധൈര്യമില്ലല്ലോ. അറിയാത്തതായിട്ട് ഭാവിക്കാനേ പറ്റൂ. ഞാൻ ആ മുറിക്കുള്ളിൽ കയറിയത് വലിയ അപരാധമാവും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. അകത്തുണ്ടായിരുന്ന ആള് പോയി കാണും. അതാ മുറി പൂട്ടിയിട്ടിരിക്കുന്നത്. ദൈവമേ, ഇതിനകത്ത് ആരോ ഉണ്ട്. വാതിലകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കാം. അയ്യോ, ചുമക്കുന്നുണ്ടല്ലോ. വേണ്ട,
അകത്ത് ആരാന്നറിയാതെ എനിക്ക് എന്ത് ചെയ്യാനാവും? അകത്ത് അമ്മയാണോ? അമ്മ മുറിയിലുണ്ടോ എന്ന് പോയി നോക്കിയിട്ട് വരാം. അമ്മയായിരുന്നു അതിൻ്റെ ഉള്ളില്. അമ്മേ, അമ്മേ, അയ്യോ അമ്മ ഇങ്ങ് വന്നേ. അമ്മ വാ. അമ്മേ, അമ്മേ, നിക്ക, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. അയ്യോ അയ്യോ അമ്മേ. ഇത് അദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെയാ. എന്തിനാ ആ സമയത്ത് അവിടെ വന്നത്? പറയാമോ? പകൽ നേരം പോലും ആരും ആ ഭാഗത്തേക്ക് പോകാറില്ല. പിന്നെ നീ എന്തിനാ റൂമിന്റെ മുന്നിൽ വന്നു? ഞാൻ ഉറങ്ങിയൊന്ന് നോക്കാൻ നീ എന്റെ റൂമിൽ വന്നതൊക്കെ ഞാൻ അറിഞ്ഞു. എന്നോട് മറ്റെന്തെങ്കിലും പറഞ്ഞൊഴിയാൻ നീ നോക്കണ്ട. അത് അമ്മേ, സത്യം ഞാൻ പറയാം. മനസ്സിൽ തോന്നിയത് ആ ഫോട്ടോ അദ്ദേഹത്തിന്റെ അച്ഛൻ്റെതാണെന്ന. നീ മുകുന്ദേട്ടന്റെ ഫോട്ടോ കണ്ടു അല്ലേ?